ഇപ്പം എപ്പിഡെമിയോളജിയാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പിഡെമിയോളജി നമുക്കറിയാം കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതില് മെയിൻ പോയിന്റ്സുകളാണ് നോക്കുന്നത്. എപ്പിഡെമിയോളജി നമ്മൾ ഫസ്റ്റ് ടൈം സ്റ്റഡി ചെയ്യുന്നത് നമുക്കറിയാം. ഒരുപാട് ന്യൂ ആയിട്ടുള്ള വേർഡ്സുകളും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ ജസ്റ്റ് നോക്കി പോവുക. അതിന്റെ മീനിങ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് വേണം പോവാനായിട്ട്. പിന്നെ SPMന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഇതിൽ ഏത് ഭാഗവും നമുക്ക് ക്വസ്റ്റ്യൻസിനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നും നമുക്ക് അങ്ങനെ വിട്ട് കളയാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എപ്പിഡെമിയോളജി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സ്റ്റഡി എമംഗ് പീപ്പിൾ, അതാണ് എപ്പിഡെമിയോളജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The study of the distribution and determinants of health-related states or events in a specified populations and application of the study to control of health problems. ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിന്റെ അല്ലെങ്കിൽ ഇവന്റ്സിന്റെ ഒരു സ്പെസിഫൈഡ് പോപ്പുലേഷൻസിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതിന്റെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിൽ നിന്നുള്ളൊരു സ്റ്റഡിയുടെ എലമെന്റ്സ് അത് ഹെൽത്ത് പ്രോബ്ലംസിൽ എങ്ങനെ വരുന്നു എന്നുള്ളതിനെ അപ്ലൈ ചെയ്യാം. അതാണ് എപ്പിഡെമിയോളജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫൈൻഡ് പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക്, അതാണ് യൂണിറ്റ് ഓഫ് സ്റ്റഡി. മിഡ് ഇയർ പോപ്പുലേഷൻ എന്താന്ന് പറയുന്നുണ്ട്, അത് 1st ജൂലൈ ഓഫ് ദി ഇയർ. നമ്മളൊരു ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1st ജൂലൈ ആണ് മിഡ് ഇയർ പോപ്പുലേഷൻ. അപ്പൊ നമ്മളിതിന്റെ റേഷ്യോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴൊക്കെ മിഡ് ഇയർ പോപ്പുലേഷൻ ഒക്കെ യൂസ് ചെയ്യണം. അപ്പൊ അത് മാത്രമായിട്ട് എടുത്ത് പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത്. ഞാൻ കുറച്ച് സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത് അതിൽ മെയിൻ ആയിട്ട് വരുന്ന മോർട്ടാലിറ്റി റേറ്റ്സുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഇതില് ഈ മോർട്ടാലിറ്റി ഡാറ്റ എന്ന് പറയുന്നതാണ് എപ്പിഡെമിയോളജിയിലെ ഏറ്റവും മേജർ റിസോഴ്സ് ഫോർ ഒരു എപ്പിഡെമിയോളജിസ്റ്റ്. ഏറ്റവും മേജർ റിസോഴ്സ് എന്ന് പറയുന്നത് മോർട്ടാലിറ്റി ഡാറ്റയാണ്. ഇതില് മോർട്ടാലിറ്റി റേറ്റ്സുകൾ കുറച്ച് വരുന്നുണ്ട്. ക്രൂഡ് ഡെത്ത് റേറ്റ്, സ്പെസിഫിക് ഡെത്ത് റേറ്റ്, കേസ് ഫാറ്റാലിറ്റി റേറ്റ്, പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ്, സർവൈവൽ റേറ്റ്, അങ്ങനെ പലതരത്തിലുള്ള മോർട്ടാലിറ്റി റേറ്റ്സുകൾ പറയുന്നുണ്ട്. അത് നോക്കിയിട്ട് അതാണ് ഹെൽത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ്, നോട്ടിഫിക്കേഷൻ റേറ്റ്സ്, അറ്റൻഡന്റ് റേറ്റ്സ്, OPയിലൊക്കെ വരുന്ന അറ്റൻഡന്റ് റേറ്റ്സ്, ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ വരുന്നത്, അഡ്മിഷൻ, റീഅഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റേറ്റ്, ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ഇൻ ഹോസ്പിറ്റൽ, സ്പെൽസ് ഓഫ് സിക്നസ് ഓർ ആബ്സെൻസ് ഫ്രം വർക്ക് ഓർ സ്കൂൾ. ഇതൊക്കെയാണ് മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് മോർട്ടാലിറ്റി റേറ്റുകൾ ഏതൊക്കെയാണ് നോക്കുന്നത്. ക്രൂഡ് ഡെത്ത് റേറ്റ് ആദ്യത്തെ പറയുന്നത് ആനുവൽ നമ്പർ ഓഫ് ഡെത്ത് പെർ 1000 മിഡ് ഇയർ പോപ്പുലേഷൻ. അങ്ങനെയാണ് ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ക്രൂഡ് ഡെത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡെത്ത് ഇൻ എൻ ഏരിയ ഇൻ എ ഇയർ ബൈ ടോട്ടൽ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു 1000. അപ്പൊ ക്രൂഡ് ഡെത്ത് റേറ്റ് 1000 അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 1000 ഉപയോഗിച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കണേ. ഇതാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത് കേട്ടോ. ജസ്റ്റ് നോക്കി പോയാൽ മതി ഇതെല്ലാനും. ഇനി അടുത്ത് സ്പെസിഫിക് ഡെത്ത് റേറ്റ്. എന്തെങ്കിലും ഒരു പ്രത്യേക കോസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡിസീസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഏജിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അങ്ങനെ അതിൽ വരുന്നത് ഏജ് സ്പെസിഫിക് ആവാം, സെക്സ് സ്പെസിഫിക്, അങ്ങനെ ഓരോ ഇതിൽ വരുന്നതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നോക്കുന്നതാണ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഡെത്ത് ഫ്രം സ്പെസിഫിക് കോസ് ഇൻ എ ഇയർ ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻറ്റു 1000, അതാണ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ്. Proportional mortality rate is the number of death due to a particular cause or in a specific age group per 100 total deaths. ഇത് യൂസ് ചെയ്യുന്നത് ഒരു ബ്രോഡ് ഡിസീസ് ഓഫ് ഗ്രൂപ്പ്, അതിനുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അങ്ങനെ ഒരു ബ്രോഡ് സ്പെക്ട്രത്തിലാണ് നമ്മളിത് ഈ പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇപ്പം ക്യാൻസർ, കൊറോണറി ഹാർട്ട് ഡിസീസ്, അങ്ങനെ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിന് മൊത്തത്തില് അങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് യൂസ് ചെയ്യുക. പോപ്പുലേഷൻ ഡാറ്റ ഇപ്പൊ സാധാരണഗതിയിൽ നമുക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിലാണ് ഈ പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കേസ് ഫാറ്റാലിറ്റി റേറ്റ്. കേസ് ഫാറ്റാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് കില്ലിംഗ് പവർ ഓഫ് എ ഡിസീസ്. ഒരു ഡിസീസിന്റെ
കില്ലിംഗ് പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് കേസ് ഫാറ്റാലിറ്റി റേറ്റ് എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദി വിറുലൻസ് ഓഫ് ദ ഓർഗാനിസം. ആ ഓർഗാനിസം എത്രത്തോളം വിറുലന്റ് ആണ്, അതിന് എത്രത്തോളം ഒരു കില്ലിംഗ് പവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ കേസ് ഫാറ്റാലിറ്റി റേറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. അക്യൂട്ട് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഡിസീസിലാണ് ഇത് ടിപ്പിക്കലായിട്ട് യൂസ് ചെയ്യുന്നത്. കേസ് ഫെറ്റാലിറ്റി റേറ്റ്, അതായത് ഈ ഫുഡ് പോയ്സണിങ്, കോളറ, മീസൽസ് അങ്ങനെയുള്ള അക്യൂട്ട് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷനിലാണ് നമ്മളിത് കേസ് ഫെറ്റാലിറ്റി റേറ്റ് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂ ടു എ ഡിസീസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഡ്യൂ ടു എ ഡിസീസ് ഇൻറ്റു 100, അതാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. സർവൈവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്രൊപ്പോർഷൻ ഓഫ് സർവൈവേഴ്സ് ഇൻ എ ഗ്രൂപ്പ് സ്റ്റഡീഡ് ആൻഡ് ഫോളോഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതെന്തിനാ? സർവൈവൽ റേറ്റ് എപ്പോഴും എന്തായിരിക്കും? അത് പ്രോഗ്നോസിസിനെ ആയിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ പ്രോഗ്നോസിസ് ഇൻ സർട്ടൻ ഡിസീസ് കണ്ടീഷൻ. സർവൈവൽ പീരീഡ് ഇസ് യൂഷ്വലി റെക്കോർഡ് ഫ്രം ഡേറ്റ് ഓഫ് ഡയഗ്നോസിസ് ഓർ സ്റ്റാർട്ട് ഓഫ് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ടാണ് നമ്മൾ സർവൈവൽ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ സർവൈവൽ റേറ്റ് കാണുന്നത്. അപ്പൊ സർവൈവൽ റേറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് patients alive after 5 years divided by total number of patients diagnosed into 100. അതാണ് സർവൈവൽ റേറ്റ്. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെയായിരുന്നു ഇതില് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചത്? ക്രൂഡ് ഡെത്ത് റേറ്റ് പഠിച്ചു, സ്പെസിഫിക് ഡെത്ത് റേറ്റ് പഠിച്ചു, കേസ് ഫാറ്റാലിറ്റി റേറ്റ്, അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ്, സർവൈവൽ റേറ്റ്, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത്. ഓക്കെ, അതിൽ സർവൈവൽ റേറ്റ് ആണ് നമ്മൾ പ്രോഗ്നോസിസിനെ പറ്റി പറയുന്നത്. പിന്നെ കേസ് ഫേറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് അക്യൂട്ട് ആയിട്ട് വരുന്ന ഡിസീസ് കണ്ടീഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അത് കില്ലിംഗ് പവർ ഓഫ് ദ ഡിസീസിലാണ് വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മോർട്ടാലിറ്റി റേറ്റിൽ പറയുന്നത്. ഇനി നമുക്കൊരു നമ്മൾ ഡെത്ത് സർട്ടിഫിക്കറ്റിനെ പറ്റി നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതിൽ ഇന്റർനാഷണൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതിന്റെ ഇത് എങ്ങനെയാണ് അതിന്റെ ഔട്ട്ലൈൻ എന്നുള്ളതൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ കാണുന്നുണ്ട്. അതിൽ ജസ്റ്റ് നമ്മൾ അതിലെ ഓരോ ലൈൻ എന്തിനു വേണം മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, WHO recommended the death certificate. It consists of 4 lines. ലൈൻ, അതായത് 2 പാർട്ട് ഉണ്ട് ഇതിൽ. ലൈൻ പാർട്ട് 1ഉം പാർട്ട് 2ഉം. അതിൽ പാർട്ട് 1ൽ തന്നെ 3 ലൈനുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ലൈൻ 1A, അത് ഡിസീസ് ഓർ കണ്ടീഷൻ ഡയറക്ട്ലി ലീഡിങ് ടു ഡെത്ത്. ഡെത്ത് ഉണ്ടാവാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്ന കാര്യം എന്താണോ എന്നുള്ളതാണ് ലൈൻ 1A. ഇനി ലൈൻ 1B എന്ന് പറഞ്ഞ ആന്റിസിഡന്റ് ഓർ അണ്ടർലൈൻ കോസ്. അണ്ടർലൈൻ കോസ് ഏതാണെന്നാണ് ലൈൻ 1B പറയുന്നത്. ലൈൻ 1C പറയുന്നത് മെയിൻ ആന്റിസിഡന്റ് ഓർ അണ്ടർലൈൻ കോസ്. മെയിൻ ആയിട്ടുള്ള കോസ് ഏതാണെന്നാണ് അതിൽ. അപ്പൊ ഏറ്റവും എസെൻസ് ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആ ലൈൻ 1C പറയുന്നത് എന്താണ്? അതാണ് എസെൻസ് ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ്, മെയിൻ ആയിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ട്, ഇതിനെ ട്രെയിൽ ചെയ്തുകൊണ്ടാണ് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് പിന്നീട് ഡെത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ലൈൻ 1C ആണ് എസെൻസ് ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ലൈൻ 2 പറയുന്നത് അതർ സിഗ്നിഫിക്കന്റ് കണ്ടീഷൻ കോൺട്രിബ്യൂട്ടിംഗ് ടു ഡെത്ത് ബട്ട് നോട്ട് റിലേറ്റഡ് ടു ദ ഡിസീസ് ഓർ കണ്ടീഷൻ കോസിംഗ് ഇറ്റ്. അപ്പോൾ ലൈൻ 1C ആണ് എസെൻസ് ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ്. അതാണ് മെയിൻ ആയിട്ടുള്ള അണ്ടർലൈൻ കോസ് പറയുന്നത്. ഓക്കെ, നമുക്ക് എപ്പിഡെമിയോളജിക്ക് കിടക്കാം. എപ്പിഡെമിയോളജിക്കൽ മെത്തേഡ്സ് നമുക്ക് നോക്കാം. അതിൽ മെയിൻ ആയിട്ട് ഡിസീസ് ഫ്രീക്വൻസി പറയുന്നുണ്ട്. മെഷേർഡ് ബൈ ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ് റേറ്റ്സ്. ഡിസീസ് ഡ്യൂറേഷൻ ഈസ് മെഷേർഡ് ബൈ ഡിസബിലിറ്റി റേറ്റ്. സിവിയറിറ്റി ഈസ് മെഷേർഡ് ബൈ കേസ് ഫാറ്റാലിറ്റി റേറ്റ്. ഓക്കെ, നമുക്ക് ഇൻസിഡൻസും പ്രിവലൻസും നോക്കാം. ഇൻസിഡൻസും പ്രിവലൻസും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇത് മിക്കവാറും ഇതുകളിൽ ഇൻസിഡൻസും പ്രിവലൻസിന്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് കാണാം. ജസ്റ്റ് ഒന്ന് നമ്മളത് മനസ്സിലാക്കി വെക്കണം. ഇൻസിഡൻസ് എന്താ നോക്കാം. ഇൻസിഡൻസ് നമ്പർ ഓഫ് ന്യൂ കേസസ് ഒക്കറിംഗ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. അതായത് ഇൻസിഡൻസ്, അതിൽ നമ്മൾ നോക്കാം. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു N ഉണ്ട്. ആ N ന്യൂ കേസസ്, അത് വെച്ചൊന്ന് ഓർത്ത് വെക്കണം, നല്ലതായിരിക്കും. അപ്പൊ ഇൻസിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്പർ ഓഫ് ന്യൂ കേസസിനെയാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അതൊരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിൽ വരുന്നതാണ്. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ന്യൂ കേസസിനെയാണ് നമ്മൾ ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസിഡൻസ് ഈസ് നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് എ ഡിസീസ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻടു 1000. ഇത് ഈ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് കണ്ടീഷനിൽ എപ്പോഴും റെസ്ട്രിക്റ്റ് ആയിരിക്കും. അക്യൂട്ട് കണ്ടീഷനിലാണ് നമ്മൾ എപ്പോഴും ഇൻസിഡൻസ് നോക്കുന്നത്.
ഇൻസിഡൻസ് ക്യാൻ ഡിറ്റർമിനഡ് ബൈ കൊഹോർട്ട് സ്റ്റഡി. നമ്മൾ ഇനി വരുന്നതിൽ പഠിക്കും കൊഹോർട്ട് സ്റ്റഡി എന്താണെന്നുള്ളത്. ആ കൊഹോർട്ട് സ്റ്റഡിയിൽ നിന്നാണ് നമ്മൾ ഇൻസിഡൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂ കേസസ്. ഓക്കെ, അതാണ് ഓർത്ത് വെക്കേണ്ടത്. നമ്പർ ഓഫ് ന്യൂ കേസസ് ഒക്കറിംഗ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. അത് അക്യൂട്ട് കണ്ടീഷനിലാണ് കൂടുതലും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രിവലൻസ്. ഓൾ കറന്റ് കേസസ്, അതിൽ ഓൾഡും വരാം ന്യൂ വരാം. ഇൻസിഡൻസ് നമ്മൾ ന്യൂ കേസസ് മാത്രമേ പറഞ്ഞുള്ളൂ. പ്രിവിലൻസിൽ ഓൾഡും ന്യൂവും വരുന്നുണ്ട്. ഓൾ കറന്റ് കേസസ് existing at a given point in time or over a period of time in a given population. ഒരു പോപ്പുലേഷനിൽ ഒന്നുകിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ വരുന്ന എല്ലാ ഓൾഡും ന്യൂവും ആയിട്ടുള്ള കേസസ്, കറന്റ് ആയിട്ട് എക്സിസ്റ്റിംഗ് ചെയ്യുന്ന കേസസിനെ എല്ലാം പറയുന്നതാണ് പ്രിവലൻസ് എന്ന് പറയുന്നത്. പ്രിവലൻസ് എന്ന് പറയുന്നത്, അതുപോലെ പ്രിവലൻസ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷൻ, ഒരു റേഷ്യോ ആണ്. അതൊരു റേറ്റ് അല്ല, റേഷ്യോ ആണ് പ്രിവലൻസ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കുക. പ്രിവലൻസ്, അതുപോലെ പ്രിവലൻസ് എന്ന് പറയുന്നത് ഇൻസിഡൻസിനെയും ഡ്യൂറേഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് പ്രിവലൻസ് ഈക്വൽ ടു ഇൻസിഡൻസ് ഇൻറ്റു ഡ്യൂറേഷൻ ആണ് പറയുന്നത്. പി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡി, ഇൻസിഡൻസ് ഇൻറ്റു ഡ്യൂറേഷൻ. അതാണ് പ്രിവലൻസ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രിവലൻസിൽ തന്നെ രണ്ട് ടൈപ്പ് പറയുന്നുണ്ട്. പോയിന്റ് പ്രിവലൻസ് ഉണ്ട്, പീരീഡ് പ്രിവലൻസ് ഉണ്ട്. പോയിന്റ് പ്രിവലൻസ് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നോക്കുന്നതായിരിക്കും. പീരീഡ് പ്രിവലൻസ് പറയുന്നത് പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ പ്രിവലൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടോട്ടൽ ന്യൂ ആൻഡ് ഓൾഡ് കേസസ് ഓഫ് ദ ഡിസീസ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100. പ്രിവലൻസ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ഫ്രം ക്രോസ് സെക്ഷണൽ സ്റ്റഡി. അപ്പൊ പ്രിവലൻസ് എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ സ്റ്റഡി വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻസിഡൻസ് നമ്മൾ എന്ത് സ്റ്റഡി വെച്ചിട്ടാണ് പറഞ്ഞത്? കൊഹോർട്ട് സ്റ്റഡി വെച്ചിട്ട്. ഓക്കെ, അതുപോലെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ന്യൂ കേസസ് എമർജ് ചെയ്യുന്നതിനെ ആണ് ഇൻസിഡൻസ്. പ്രിവലൻസ് എന്ന് പറയുന്നത് കറന്റ് ആയിട്ടുള്ള ഓൾഡ് ആൻഡ് ന്യൂ കേസസ് പറയുന്നതാണ് പ്രിവലൻസ്. അതുപോലെ പ്രിവലൻസ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷൻ ആണ്, അതൊരു റേഷ്യോ ആണ്, റേറ്റ് അല്ല, റേഷ്യോ ആണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രിവലൻസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ഈ പ്രിവലൻസ് എന്ന് പറയുന്നത് ഒരു എയ്റ്റിയോളജി ഒക്കെ നോക്കാനായിട്ട് നമ്മൾ പ്രിവലൻസ് അങ്ങനെ യൂസ് ചെയ്യില്ല. പക്ഷെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രിവലൻസും ഇൻസിഡൻസും നമ്മൾ കൂടുതൽ എന്തിനാ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിന്റെ എയ്റ്റിയോളജി, ഒരു ഡിസീസിന്റെ എയ്റ്റിയോളജി, പാത്തോജൻസ്, ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ അറിഞ്ഞാലാണ് നമുക്ക് അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇൻസിഡൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അക്യൂട്ട് ഡിസീസിനാണല്ലോ നമ്മൾ ഇൻസിഡൻസ് കൂടുതലും നോക്കുന്നത്. അപ്പൊ ആ കേസിൽ ആ ഒരു ഡിസീസിന്റെ അതിന്റെ എറ്റിയോളജി, പാത്തോജൻസ് ഇതൊക്കെ അറിഞ്ഞാലാണ്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അറിഞ്ഞാൽ നമുക്ക് പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് എന്നിട്ടാണ് നമുക്ക് ആ ഡിസീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസിഡൻസ് നോക്കുന്നത്. അപ്പൊ ഈ ന്യൂ കേസസ് എത്ര വരുന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഈ പ്രിവെന്റീവ് മെഷേഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് ഇൻസിഡൻസ് നമ്മൾ മെഷർ ചെയ്യാനുള്ള കാരണം. ഓക്കെ, അതുപോലെ പ്രിവലൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് പ്രോബ്ലം അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയുന്നത് എപ്പോഴും നമ്മൾ ഈ പ്രിവലൻസ് വെച്ചിട്ടാണ്. അതുപോലെ എങ്ങനെയുള്ള പോപ്പുലേഷനിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്, ഹൈ റിസ്ക് ആയിട്ട് വരുന്ന പോപ്പുലേഷൻ ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രിവലൻസ് വേണം. അത് ഈ പ്രിവലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാനിങ് പർപ്പസ്, അതായത് എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്യേണ്ടത്, അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് പ്രിവലൻസിന് പറ്റും. അപ്പൊ ഇതാണ് ഇൻസിഡൻസിന്റെയും പ്രിവലൻസിന്റെയും ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പോകുന്നതാണ് എപ്പിഡെമിയോളജിക്കൽ മെത്തേഡ്സ്. അപ്പൊ ഇതുവരെ ഉള്ളത് എല്ലാവർക്കും ക്ലിയർ ആയോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഹലോ, ക്ലിയർ ആണോ എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത്? കേൾക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയിരുന്നു ഇതുവരെ എടുത്തത്? ക്ലിയർ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എപ്പിഡെമിയോളജിക്കൽ മെത്തേഡ്സിലോട്ട് പോകാം. ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, എപ്പിഡെമിയോളജിക്കൽ മെത്തേഡ്സ്. അപ്പൊ അതില് ആദ്യത്തെ പറയുന്നതാണ് ഒബ്സർവേഷൻ സ്റ്റഡി ഉണ്ട്, ഇതിൽ എക്സ്പെരിമെന്റൽ സ്റ്റഡി. ഫസ്റ്റ് വൺ പറയുന്നത് ഒബ്സർവേഷൻ സ്റ്റഡി. അതിൽ തന്നെ രണ്ട് തരമാണ് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയും പറയുന്നുണ്ട്, അനലിറ്റിക്കൽ സ്റ്റഡീസും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ
രണ്ടാമത്തെ ഭാഗമാണ് എക്സ്പീരിമെന്റൽ സ്റ്റഡി. അല്ലെങ്കിൽ ഇന്റർവെൻഷൻ സ്റ്റഡീസ്. എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ നമ്മൾ അതിൽ കൊടുക്കും, അങ്ങനെ വരുന്നതാണ് എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നതിനാണ് എക്സ്പെരിമെന്റ് സ്റ്റഡി. മറ്റേത് ജസ്റ്റ് ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ. അപ്പൊ ഒബ്സർവേഷൻ സ്റ്റഡീസിൽ രണ്ട് തരമാണ് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയും പറയുന്നുണ്ട്, അനലിറ്റിക്കൽ സ്റ്റഡിയും പറയുന്നുണ്ട്. ഓക്കെ, അതില് ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത് അതാണ് ഫസ്റ്റ് ഫേസ്. ഒരു എപ്പിഡെമിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ആയിരിക്കും. അപ്പൊ അതിൽ ഒരു ഡിസീസിന്റെ ആ ഡിസീസിന്റെ ഒക്കറൻസും ഡിസ്ട്രിബ്യൂഷനും അതൊക്കെ ടൈം, പ്ലേസ്, പേഴ്സൺ എന്നൊക്കെ ഇതായിട്ട് അത് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ടൈം ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ്, ലോങ് ടൈം ഫ്ലക്ച്വേഷൻ വരുന്നത്. പിന്നെ നമ്മൾ എപ്പിഡമിക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കോമൺ സോഴ്സ് എപ്പിഡമിക്സ്, പ്രൊപ്പഗേറ്റഡ് എപ്പിഡമിക്സ് ഒക്കെ പറയുന്നത്. അതൊക്കെ നമ്മൾ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡമിയോളജി എന്ന് പറയുന്നത്. ഈ ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡമിയോളജിയുടെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് യൂസ് എന്ന് പറയുന്നത് ഹൈപ്പോതെസിസ് ഫോർമുലേറ്റ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡമിയോളജി. ഇനി ഈ രണ്ടാമത്തെ ഇതായിട്ട് പറയുന്ന അനലിറ്റിക്കൽ സ്റ്റഡീസ് ഉണ്ട്. ഈ അനലിറ്റിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നതിനാ വെച്ചാൽ നമ്മൾ ഈ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോതെസിസ് ഉണ്ടല്ലോ, ആ ഹൈപ്പോതെസിസിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ് അനലിറ്റിക്കൽ എപ്പിഡമിയോളജി. രണ്ടാമതായിട്ട് വരുന്നത്. അപ്പൊ മേജർ എപ്പിഡമിയോളജിക്കൽ സ്റ്റഡീസ് സെക്കൻഡ് മേജർ ആയിട്ട് വരുന്നതാണ്. ഫസ്റ്റ് മേജർ ടൈപ്പ് നമ്മൾ പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. സെക്കൻഡ് മേജർ ടൈപ്പ് ഓഫ് എപ്പിഡമിയോളജി സ്റ്റഡി എന്ന് പറഞ്ഞാൽ എപ്പോഴും അനലിറ്റിക്കൽ സ്റ്റഡിയാണ്. ഈ അനലിറ്റിക്കൽ എപ്പിഡമിയോളജിയിലെ ഏറ്റവും മെയിൻ ഇതായിട്ട് വരുന്ന രണ്ട് ഇതുകളാണ്. ഒന്ന് കേസ് കൺട്രോൾ സ്റ്റഡി, കൊഹോർട്ട് സ്റ്റഡി. ഇതിന്റെ അപ്പൊ ഈ അനലിറ്റിക്കൽ സ്റ്റഡിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഹൈപ്പോസിസ് ടെസ്റ്റ് ചെയ്യലാണ്, ഫോർമുലേറ്റ് ചെയ്യലല്ല. ഫോർമുലേറ്റ് ചെയ്യൽ എപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് എപ്പിഡമിയോളജിയിലാണ് വരുന്നത്. ഇനി ഇതില് ഇൻഡിവിജ്വൽ ആണ് ഇതിന്റെ യൂണിറ്റ് ഓഫ് സ്റ്റഡി ആയിട്ട് പറയുന്നത്. ഇൻഡിവിജ്വൽ വിത്തിൻ ദ പോപ്പുലേഷൻ നമ്മൾ യൂണിറ്റ് ഓഫ് സ്റ്റഡി ആയിട്ട് പറയുന്നത്. അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം. കേസ് കൺട്രോൾ സ്റ്റഡി അല്ലെങ്കിൽ റിട്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ് നമ്മൾ ഇതില് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. കേസ് കൺട്രോൾ സ്റ്റഡി അല്ലെങ്കിൽ റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി. കോമൺ ഫസ്റ്റ് അപ്രോച്ച് ടു ടെസ്റ്റ് ദ കോസൽ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഫസ്റ്റത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് എപ്പോഴും കേസ് കൺട്രോൾ സ്റ്റഡിയാണ്. ഇതിലെപ്പോഴും എങ്ങനെയാണ്, ഒരു ഇഫക്റ്റിൽ നിന്ന് കോസിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് റിട്രോസ്പെക്റ്റീവ്, പിന്നിലോട്ടാണ് ഇത് സ്റ്റഡി ചെയ്യുന്നത്. ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്, ആ ഇഫക്റ്റിൽ നിന്ന് അതിന്റെ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് കേസ് കൺട്രോൾ സ്റ്റഡി. അതിനെ റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്ന് പറയും. കോമൺ ഫസ്റ്റ് അപ്രോച്ച് ടു ടെസ്റ്റ് ദ കോസൽ ഹൈപ്പോത്തസിസ്. ഇതുവഴി നമുക്ക് മൾട്ടിപ്പിൾ എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ഓഫ് എ ഡിസീസ് ക്യാൻ ബി സ്റ്റഡീഡ്. ഈ സ്റ്റഡി ഗുഡ് ഫോർ റെയർ ഡിസീസ്. ദർ ഇസ് നോ റിസ്ക് ടു സബ്ജക്ട്. അതുപോലെ ഇത് ഇൻഎക്സ്പെൻസീവ് ആണ്. ഇപ്പൊ ഈ സ്റ്റഡിയില് ഫാക്ടേഴ്സ് പ്രസന്റ്. ഇപ്പൊ നമ്മൾ ഈ സ്റ്റഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതില് കേസസും ഉണ്ട്, കൺട്രോളും ഉണ്ട്. രണ്ട് ഇതും വരുന്നുണ്ട്. കേസ് കൺട്രോൾ സ്റ്റഡിയിൽ കേസസ് നമ്മൾ ഉണ്ട്, കൺട്രോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കേസസ് ആയിട്ട് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ഇൻഡിവിജ്വൽസ് വിത്ത് എ പെർട്ടിക്കുലർ ഡിസീസ്. ഇപ്പൊ അങ്ങനെ ഒരു ഡിസീസ്, നമ്മൾ പെർട്ടിക്കുലർ ഡിസീസ് നോക്കുകയാണെങ്കിൽ ആ ഡിസീസ് ഉള്ള ഇൻഡിവിജ്വൽസിനെ നമ്മൾ കേസസ് ആയിട്ട് പറയുന്നത്. ഇൻഡിവിജ്വൽസ് വിത്തൗട്ട് പെർട്ടിക്കുലർ ഡിസീസ് ആണ് നമ്മൾ കൺട്രോൾ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കേസസും കൺട്രോളും രണ്ടും നമ്മൾ കമ്പയർ മാച്ച് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കേസ് കൺട്രോൾ സ്റ്റഡി. അപ്പൊ എന്താ ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്? ഇതില് ബോത്ത് എക്സ്പോഷർ ആൻഡ് ഔട്ട്കം രണ്ടും സംഭവിക്കുന്നുണ്ട് ബിഫോർ ദി സ്റ്റാർട്ട് ഓഫ് സ്റ്റഡി. നമ്മൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എക്സ്പോഷർ ഉണ്ടാവുന്നുണ്ട്, ഔട്ട്കം ഉണ്ടാവുന്നുണ്ട്. അത് രണ്ടും വന്നതിന് ശേഷമാണ് നമ്മൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? അപ്പൊ ആ ഉണ്ടായ ഇഫക്റ്റ്, ആ ഔട്ട്കത്തിൽ നിന്ന് ബാക്ക്വേർഡ് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ കോസിലോട്ട് എത്തിച്ചേരാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബാക്ക്വേർഡ് സ്റ്റഡി അല്ല റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇതിലെപ്പോഴും നമുക്കൊരു കൺട്രോൾ ഗ്രൂപ്പ് വേണം. അതാണ് കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പുകൾ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളത് കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനെയാണ് നമ്മൾ കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് എന്ന് പറയാം. ആ കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എടുക്കുന്ന കേസസും നമ്മൾ തമ്മിൽ എടുക്കുന്ന കൺട്രോളും അത് തമ്മിൽ എത്രത്തോളം സിമിലർ ആയിട്ട് വരുന്നു എന്നുള്ളത് പ്രധാന കാര്യമാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു
കാര്യം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും മാക്സിമം അവർ മാച്ച് ആയിട്ട് ഇരുന്നാലാണ് ഇഫക്റ്റ് കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ്. അത് ഏജ് ആവാം, സെക്സ് ആവാം, ഓക്യുപ്പേഷൻ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കമ്പയർ ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് കേസ് കൺട്രോൾ സ്റ്റഡി. കൂടുതലും ക്രോണിക് ഡിസീസിൽ, അങ്ങനെയുള്ള ക്രോണിക് ഡിസീസിലാണ് ഈ കേസ് കൺട്രോൾ സ്റ്റഡി നമുക്ക് കുറെ കൂടി ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ ഇത് മാച്ചിങ്, നമ്മൾ മാച്ച് ചെയ്യാണ് ചെയ്യുക. ഈ രണ്ട് ഗ്രൂപ്പുകൾ, കേസും കൺട്രോളിങ് ഗ്രൂപ്പുകൾ നമ്മൾ മാച്ച് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റെപ്സിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, അത് തിയറി പാർട്ടായിട്ട് കൂടുതൽ നമുക്ക് വരിക. ഈ എക്സാം ഓറിയന്റഡ് നമുക്ക് ഇങ്ങനത്തെ എക്സാമുകൾക്കൊന്നും അത് അത്രയ്ക്ക് ആവശ്യം വരുന്നില്ല. ഇതിന്റെ മെയിൻ പോയിന്റ്സ് മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഇനി അടുത്ത സ്റ്റഡി, രണ്ടാമത്തെ സ്റ്റഡിയിൽ പോകുന്നതാണ് കൊഹോർട്ട് സ്റ്റഡി. ഇത് കേസ് കൺട്രോൾ സ്റ്റഡിയുടെ ഓപ്പോസിറ്റ് പോലെ വരുന്നതാണ് കൊഹോർട്ട് സ്റ്റഡി. എന്ന് വെച്ചാൽ ഇതൊരു പ്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്നാണ് പറയുന്നത്. അതായത് ഫോർവേഡ് ലുക്കിംഗ്, മുന്നോട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ, ഒരു കോസിൽ നിന്ന് അതിന്റെ ഇഫക്റ്റിലോട്ട്. അപ്പൊ ഫ്യൂച്ചറിലോട്ട് ആണ് ഈ സ്റ്റഡി പോകുന്നത്. കോസ്റ്റ് ഇഫക്റ്റ്, മൾട്ടിപ്പിൾ ഔട്ട്കംസ് ആഫ്റ്റർ എ സിംഗിൾ എക്സ്പോഷർ ആർ പോസിബിൾ. ഒരു എക്സ്പോഷർ ഉണ്ടായി, അപ്പൊ എന്തൊക്കെ ഔട്ട്കംസ് ഇതിൽ നിന്ന് വരാം എന്നുള്ളത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഒരു എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞിട്ട് എന്തൊക്കെ ഔട്ട്കംസ് അതിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് നമുക്കിപ്പോ കാണാൻ പറ്റും. കാരണം അതിന്റെ ഔട്ട്കം വന്നിട്ടില്ല, എക്സ്പോഷർ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇനി ഇൻസിഡൻസ് നമുക്ക് മെഷർ ചെയ്യാം, പക്ഷെ ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ റയർ ഡിസീസ്. റയർ ഡിസീസ് നമുക്ക് ഇത് അത്രയ്ക്ക് സ്യൂട്ടബിൾ അല്ല. ലോങ് ഫോളോ അപ്പ് ആണ് ഇതിനുള്ളൊരു ഇത് പറയുന്നത്. ലോങ് ഫോളോ അപ്പ് ഇസ് നീഡ്, കോസ്റ്റ്ലി ആണ്. മോസ്റ്റ് പ്രിഫറബിൾ ഒബ്സർവേഷൻ ഓർ അനലിറ്റിക്കൽ സ്റ്റഡി ഡിസൈൻ എന്ന് പറഞ്ഞത് എപ്പോഴും കൊഹോർട്ട് സ്റ്റഡിയാണ് കേട്ടോ. മോസ്റ്റ് പ്രിഫറബിൾ ഒബ്സർവേഷണൽ ഓർ അനലിറ്റിക്കൽ സ്റ്റഡി ഡിസൈൻ കൊഹോർട്ട് സ്റ്റഡി. ഇനി ഈ ഇതിൽ നമ്മൾ പറഞ്ഞു കോസിൽ നിന്ന് ഇഫക്റ്റിലോട്ടാണ്. അപ്പൊ ഇവിടെ എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഡിസീസ് ഉണ്ടായിട്ടില്ല. എക്സ്പോഷറാണ് നടന്നിട്ടുള്ളൂ, ഔട്ട്കം വന്നിട്ടില്ല. അങ്ങനെയുള്ള ഇതിലാണ് നമ്മൾ കൊഹോർട്ട് സ്റ്റഡി ചെയ്യുന്നത്. ഈ കൊഹോർട്ട് സ്റ്റഡിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഈ കൊഹോർട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദേ ഷെയർ ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ എക്സ്പീരിയൻസ് വിത്തിൻ എ ഡിഫൈൻഡ് ടൈം പീരീഡ്. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളതിൽ നിന്നാണ് നമ്മൾ കൊഹോർട്ടിനെ സെലക്ട് ചെയ്യുന്നത്. കമ്പാരിസൺ ഗ്രൂപ്പായിട്ട് ജനറൽ പോപ്പുലേഷൻ നമുക്ക് എടുക്കാം. ഇപ്പൊ കുറച്ച് ഫീച്ചേഴ്സ് ഇവർക്ക് നമുക്ക് പറയുന്നുണ്ട്. ഈ കൊഹോർട്സ് എപ്പോഴും നമ്മൾ സ്റ്റഡിക്ക് പ്രയർ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കൊഹോർട്സ് ഐഡന്റിഫൈഡ് പ്രയർ ടു ദ അപ്പിയറൻസ് ഓഫ് ദ ഡിസീസ് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കൊഹോർട്ട് സെലക്ട് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് ഇവരുടെ എക്സ്പോഷർ നടന്നിട്ട് ഡിസീസ് ഉണ്ടാവുന്നതിന് മുമ്പ് നമുക്ക് ഇവരെ സെലക്ട് ചെയ്താലാണ് നമുക്ക് ഇവരുടെ ഔട്ട്കം എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ സ്റ്റഡി ഗ്രൂപ്പ്സ് നമുക്ക് എങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് വേണം ഫ്രീക്വൻസി ഓഫ് ഡിസീസ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അവരിൽ മനസ്സിലാക്കാനായിട്ട് പറ്റാം. ഈ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയായിരിക്കും, ഫോർവേഡ് ആയിരിക്കും, ഫ്രം കോസ്റ്റ് ഇഫക്റ്റ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ രണ്ട് സ്റ്റഡിയിലുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് കൊഹോർട്ട് സ്റ്റഡിയിൽ എപ്പോഴും ഫോർവേഡ് ആയിരിക്കും, കേസ് കൺട്രോൾ സ്റ്റഡിയിൽ ബാക്ക്വേർഡ് ആയിരിക്കും. ഒന്ന് റിട്രോസ്പെക്റ്റീവും ഒന്ന് പ്രോസ്പെക്റ്റീവ് ആയിട്ടായിരിക്കും പോകുന്നത്. ഒന്നില് കേസസും കൺട്രോൾസ് ആണെങ്കിൽ ഇവിടെ കൊഹോർട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതാണ് കൊഹോർട്ട്, അവരാണ് സ്റ്റഡി കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി ഈ കൊഹോർട്ട് സ്റ്റഡിയിൽ എപ്പോഴും എക്സ്പോഷർ, അതായത് നമ്മൾ പറഞ്ഞ ഡിസീസും എക്സ്പോഷറും തമ്മിലുള്ള ഒരു അസോസിയേഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. ഗുഡ് എവിഡൻസ് ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ എക്സ്പോഷർ ആൻഡ് ഡിസീസ്, അതാണ് കൊഹോർട്ട് സ്റ്റഡിയിൽ വരുന്നത്. അപ്പൊ ഈ എക്സ്പോഷർ റയർ ആണ്. ഇപ്പൊ നമ്മൾ പറയണ എക്സ്പോഷർ റയർ ആയിട്ട് വരുന്നു, പക്ഷെ ആ റയർ ആണെങ്കിലും ഇൻസിഡൻസ് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് ഡിസീസിന്റെ എന്നുണ്ടെങ്കിൽ, എക്സ്പോസ് ചെയ്ത ആൾക്കാരിൽ ഡിസീസിന്റെ ഇൻസിഡൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്, കൊഹോർട്ട് സ്റ്റഡി കൊണ്ട് നല്ലതാണ്. പിന്നെ ഇതിലുള്ള വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അട്രീഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ഫോളോ അപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അട്രീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ആൾക്കാർ നമുക്ക് മിസ്സായി പോകും ഇതിന്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്, കൊഹോർട്ട് സ്റ്റഡി എപ്പോഴും കോസ്റ്റ്ലി ആണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം ഫണ്ടൊക്കെ ഉണ്ടെങ്കിലാണ് ഈ കൊഹോർട്ട് സ്റ്റഡി സോറി
ആമ്പിൾ ഫണ്ട്സ് ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലാണ് കൊഹോർട്ട് സ്റ്റഡി നമുക്ക് നല്ലതായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇനി വെൽ ഡിസൈൻഡ് കൊഹോർട്ട് സ്റ്റഡി ആണ് മോസ്റ്റ് റിലയബിൾ മീൻസ് ഓഫ് ഷോയിങ് ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ സസ്പെക്ടഡ് റിസ്ക് ഫാക്ടർ ആൻഡ് ഡിസീസ്. അപ്പോൾ ഒരു റിസ്ക് ഫാക്ടർ കോസേഷനും ഡിസീസും തമ്മിലുള്ള ഒരു സ്ട്രോങ് അസോസിയേഷൻ കാണിക്കാൻ ഏറ്റവും നല്ല സ്റ്റഡി എന്ന് പറയുന്നത് എപ്പോഴും കോഹോർട്ട് സ്റ്റഡിയാണ്. ഈ ഇതില് ഇപ്പൊ കുറച്ച് ഇതിൽ പറയുന്നുണ്ട്. ഫ്രാമിംഗ്ഹാം heart study is a classical example of cohort study. It is initiated in 1948 by US Public Health Service at Framingham, a town in Massachusetts, USA. Aim എന്തായിരുന്നു? To study the relationship of risk factors, serum cholesterol, blood pressure, weight, smoking, അതൊക്കെ to the subsequent development of cardiovascular disease. അപ്പൊ ഇതാണ് cohort. ഈ cohort study ആണ് ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് cohort study ആയിട്ട് പറയുന്നത്, ഫ്രാമിംഗ്ഹാം ഹാർട്ട് സ്റ്റഡി. ഇനി ഈ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ ഇൻ എ cohort study is evaluated by 3 കാര്യങ്ങളാണ് പറഞ്ഞത്. റിലേറ്റീവ് റിസ്ക്, അട്രിബ്യൂട്ടബിൾ റിസ്ക്, പോപ്പുലേഷൻ അട്രിബ്യൂട്ടബിൾ റിസ്ക്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ ഇൻ എ cohort സ്റ്റഡിയിൽ പറയുന്നത്. അതിന്റെ കോസും എന്തൊക്കെയാണ് അതിന്റെ ഈ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷനിൽ പറയുന്നത്, ഈ 3 കാര്യങ്ങൾ എന്താ നോക്കാം. അട്രിബ്യൂട്ടബിൾ റിസ്ക്, റിലേറ്റീവ് റിസ്ക്. റിലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡൻസ് എമംഗ് എക്സ്പോസ്ഡ് ബൈ ഇൻസിഡൻസ് എമംഗ് നോൺ എക്സ്പോസ്ഡ്. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോനാണ് റിലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പോഷർ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, അത് ആ എക്സ്പോഷർ ഉണ്ടായിട്ടുള്ളവരിൽ വന്നിട്ടുള്ള ഇൻസിഡൻസ്, ഡിസീസിന്റെ ഇൻസിഡൻസും എക്സ്പോഷർ ഉണ്ടാവാത്തവരിൽ വന്നിട്ടുള്ള ആ ഡിസീസിന്റെ ഇൻസിഡൻസും, ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ വരുമ്പോഴാണ് റിലേറ്റീവ് റിസ്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്തത് അട്രിബ്യൂട്ടബിൾ റിസ്ക്. അതിൽ പറയുന്നത് ഇൻസിഡൻസ് എമംഗ് എക്സ്പോസ്ഡ് മൈനസ് ഇൻസിഡൻസ് എമംഗ് നോൺ എക്സ്പോസ്ഡ് ഡിവൈഡഡ് ബൈ ഇൻസിഡൻസ് എമംഗ് എക്സ്പോസ്ഡ് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ അത് ഡിഫറൻസ് ഇൻ ദ ഇൻസിഡൻസ് റേറ്റ്സ് ഓഫ് ഡിസീസ് ബിറ്റ്വീൻ എക്സ്പോസ്ഡ് ഗ്രൂപ്പ് ആൻഡ് നോൺ എക്സ്പോസ്ഡ് ഗ്രൂപ്പ്, അതാണ് അട്രിബ്യൂട്ടബിൾ റിസ്ക് എന്ന് പറയുന്നത്. ഈ അട്രിബ്യൂട്ടബിൾ റിസ്ക് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ടു വാട്ട് എക്സ്റ്റെന്റ് ഡിസീസ് അണ്ടർ സ്റ്റഡി ക്യാൻ ബി അട്രിബ്യൂട്ടബിൾ ടു എക്സ്പോഷർ. ഏത് എക്സ്റ്റെന്റ് വരെയാണ് ഈ ഡിസീസിന്റെ എക്സ്പോഷർ ഇത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ റിലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ ഓഫ് കോസ് ആൻഡ് ഡിസീസ്. ആട്രിബ്യൂട്ടബിൾ റിസ്ക് എന്ന് പറയുമ്പോൾ അതെന്താണ്? ടു റിഫ്ലക്ട് ദ പൊട്ടൻഷ്യൽ പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ്. നമുക്കൊരു പ്രിവെന്റീവ് മെഷറിൽ എപ്പോഴും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ആട്രിബ്യൂട്ടബിൾ റിസ്ക് ആണ്. അത് ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. ഇനി പോസിറ്റീവ് റിസ്ക്, ഇൻസിഡൻസ് ടോട്ടൽ മൈനസ് ഇൻസിഡൻസ് എമംഗ് നോൺ എക്സ്പോസ്ഡ് ഡിവൈഡഡ് ബൈ ഇൻസിഡൻസ് എമംഗ് ടോട്ടൽ ഇൻറ്റു 100. ഈ ജസ്റ്റ് ഈ ഇക്വേഷൻസ് ഒക്കെ നോക്കി വെക്കുക. ഇനി അഡ്വാൻറ്റേജ് ആയിട്ട് ഇതിൽ പറയുന്നത് നമുക്ക് ഇൻസിഡൻസുകൾ നമുക്ക് ഇതിൽ കാണാം. റിലേറ്റീവ് റിസ്ക് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെയാണ് കൊഹോർട്ട് സ്റ്റഡിയിൽ നമ്മൾ കൊഹോർട്ട് സ്റ്റഡിയുടെ അല്ലേ പറഞ്ഞത്. അപ്പൊ ഇതിൽ ഇൻസിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, റിലേറ്റീവ് റിസ്ക് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ 2 സ്റ്റഡികളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് പറയുന്നത്. കോഹോർട്ട് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോഷർ മാത്രമേ നടന്നിട്ടുള്ളൂ. എന്നാൽ കേസ് കൺട്രോൾ സ്റ്റഡിയിലോ എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട്, ഡിസീസ് രണ്ടും വന്നിട്ടുണ്ട്. അതാണ് ഒരു കാര്യം. ഒന്നിന് നമ്മൾ പ്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്ന് പറയും. കോഹോർട്ട് സ്റ്റഡി ഏതാണ്? പ്രോസ്പെക്റ്റീവ് സ്റ്റഡി. കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ റിട്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ്. ഫോർവേഡ് ലുക്കിംഗ് സ്റ്റഡി അതാണ് കോഹോർട്ട് സ്റ്റഡി, മറ്റേത് ബാക്ക്വേർഡ് ലുക്കിംഗ് സ്റ്റഡി. കോസ്റ്റ് ഇഫക്റ്റ് സ്റ്റഡിയാണ് കൊഹോർട്ട് സ്റ്റഡി, മറ്റേ ഇഫക്റ്റ് കോസ്റ്റ് സ്റ്റഡിയാണ് കേസ് കൺട്രോൾ സ്റ്റഡി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി കൊഹോർട്ട് സ്റ്റഡിയിൽ ഇൻസിഡൻസും റിലേറ്റീവ് റിസ്ക്കും നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ കേസ് കൺട്രോൾ സ്റ്റഡിയിൽ നമുക്ക് ഇൻസിഡൻസ് കാണാനായിട്ട് പറ്റില്ല. ഇനി ഏറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് നമുക്ക് സൈമിൾട്ടേനിയസ്ലി സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ഏതില്? കൊഹോർട്ട് സ്റ്റഡിയിൽ. ഓക്കെ, പിന്നെ അടുത്തത് എത്തിക്കൽ പ്രോബ്ലംസ് കൊഹോർട്ട് സ്റ്റഡിയിൽ ഉണ്ടാവാം.
ഇവിടെ മിനിമൽ എത്തിക്കൽ പ്രോബ്ലംസ് മാത്രമേ കേസ് കൺട്രോൾ സ്റ്റഡിയിൽ ഉണ്ടാവുള്ളൂ. ലോങ് ഫോളോ അപ്പ് നീഡഡ് ആണ് കോഹോർട്ട് സ്റ്റഡിയിൽ. അതുപോലെ അത് ടൈം കൺസ്യൂമിങ് ആണ്, എക്സ്പെൻസീവ് ആണ്. റയർ ഡിസീസുകളൊന്നും നമുക്ക് അതിൽ അത്ര സ്യൂട്ടബിൾ അല്ല, റയർ ഡിസീസുകൾ നോക്കാനായിട്ട്. പിന്നെ റിലേറ്റീവ് റിസ്ക്, അട്രിബ്യൂട്ടബിൾ റിസ്ക്, പോപ്പുലേഷൻ അട്രിബ്യൂട്ടബിൾ റിസ്ക് എല്ലാം നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും. ഈ കേസ് കൺട്രോൾ സ്റ്റഡിയാണ് റയർ ഡിസീസ് നോക്കാനായിട്ട് പർട്ടിക്കുലർലി സ്യൂട്ടബിൾ ആയിട്ട് പറയുന്നത്. ഏത് കേസ് കൺട്രോൾ സ്റ്റഡി. ഇവിടെ മിനിമൽ എത്തിക്കൽ പ്രോബ്ലംസേ ഉള്ളൂ. സബ്ജക്ട്സിന് വരുന്ന റിസ്ക് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. കുറച്ചുകൂടി ഈസിയാണ് അത് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട്. റാപ്പിഡ് ആൻഡ് ഇൻഎക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡൽ സ്റ്റഡി പറയുന്നുണ്ട്. ഇത് കൂടുതലും ഇൻസിഡൻസ് കാണാനായിട്ട് പറയുന്നതാണ് ലോഞ്ചിറ്റ്യൂഡൽ സ്റ്റഡി. അക്യൂട്ട് ഡിസീസിലാണ് ഇത് പറയുന്നത്. ടു സ്റ്റഡി ദ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഡിസീസ്, അതുപോലെ ടു ഫൈൻഡ് ഔട്ട് ദ റിസ്ക് ഫാക്ടേഴ്സ്. ഇതൊക്കെ നോക്കാനാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ സ്റ്റഡി നോക്കുന്നത്. പിന്നെ ക്രോസ് സെക്ഷണൽ സ്റ്റഡി is based on the single examination of a cross section of a population at one point of time. Results of sample are then projected to whole population. This is the simplest form of observational epidemiological study to provide the prevalence of the disease under study. ഇത് അതുപോലെ ക്രോണിക് ഡിസീസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ക്രോണിക് ഡിസീസിനും, ലോഞ്ചിറ്റ്യൂഡൽ സ്റ്റഡി അക്യൂട്ട് ഡിസീസിനും. ക്രോസ് സെക്ഷനിൽ എപ്പോഴും നമ്മൾ പ്രിവലൻസ് ഓഫ് ദ ഡിസീസ് ആണ് നോക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡലിനാണെങ്കിൽ ഇൻസിഡൻസ്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ കുറെ എറേഴ്സ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ബയസ് എന്ന് പറയാം. ബയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി സിസ്റ്റമാറ്റിക് എറർ ഇൻ എൻ എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡി ഒക്കറിംഗ് ഡ്യൂറിങ് ഡാറ്റ കളക്ഷൻ, കോമ്പിലേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഇങ്ങനെ ആ ഒരു സ്റ്റഡിയുടെ ടൈമിൽ ഉണ്ടാകുന്ന എറേഴ്സിനെ പറയുന്നതാണ് ബയസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പലതരം ബയസുകൾ പറയുന്നുണ്ട്. ബയസ് ഡ്യൂ ടു കൺഫൗണ്ടിങ്, മെമ്മറി ഓർ റീകോൾ ബയസ്, സെലക്ഷൻ ബയസ്, ബെർഗ്സോണിയൻ ബയസ്, ഇന്റർവ്യൂ ബയസ്. അങ്ങനെ 2 ടൈപ്പ് ബയസുകളാണ് പറയുന്നത്. അതിൽ ബെർഗ്സോണിയൻ ബയസ് ആണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അതിന് അഡ്മിഷൻ റേറ്റ് ബയസ് എന്നും പറയും. ബയസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദ റേറ്റ് ഓഫ് അഡ്മിഷൻ ടു ദ ഹോസ്പിറ്റൽ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക, ബെർഗ്സോണിയൻ ബയസ്. ഓക്കെ, ഇനി ഈ ഇങ്ങനെ ഉണ്ടാകുന്ന ബയസുകൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ബ്ലൈൻഡിങ്. ഓക്കെ, അത് തന്നെ 3 തരം പറയുന്നത്. സിംഗിൾ ബ്ലൈൻഡിങ് സ്റ്റഡി ഉണ്ട്, ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി ഉണ്ട്, ട്രിപ്പിൾ ബ്ലൈൻഡ് സ്റ്റഡി ഉണ്ട്. അതിൽ സിംഗിൾ ബ്ലൈൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ സബ്ജക്ട്സ് ആർ നോട്ട് അവെയർ ഓഫ് ദ ട്രീറ്റ്മെന്റ് ദേ ആർ റിസീവിങ്. സബ്ജക്ട്സിന് എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് റിസീവ് ചെയ്യുന്നതെന്ന് അറിയില്ല. സബ്ജക്ട്സ് മാത്രം അവിടെ അവെയർ അല്ല. ഓക്കെ, അതാണ് സിംഗിൾ ബ്ലൈൻഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ സബ്ജക്ട്സും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്ററും, ഇവർ 2 പേർക്കും എന്ത് ട്രീറ്റ്മെന്റ് ആണ് റിസീവ് ചെയ്യുന്നതിനെ പറ്റി അറിയില്ല. ഇതാണ് കൂടുതൽ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഡബിൾ ബ്ലൈൻഡ് മെത്തേഡ്. അപ്പൊ സബ്ജക്ട്സും ഇൻവെസ്റ്റിഗേറ്ററും ഇവർ 2 പേരും ഇതിനെപ്പറ്റി അൺഅവെയർ ആയിരിക്കും. ട്രിപ്പിൾ ബ്ലൈൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട്സും ഇൻവെസ്റ്റിഗേറ്ററും അതുപോലെ തന്നെ അനലൈസ് ചെയ്യുന്ന ആള്, ഇവർ 3 പേരും അൺഅവെയർ ആയിരിക്കും. ഏത് ട്രീറ്റ്മെന്റ് ഓഫ് ഇതാണ് റിസീവ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് അവര് അൺഅവെയർ ആണ്.